ഹലോ ഡോക്ടർ അബ്ദുസ്സലാം ഓവർ വിത്ത് യു. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നമ്മൾ ജീവിതത്തിൽ എന്തൊരു പ്രധാന കാര്യം ചെയ്യാൻ പോകുമ്പോഴാണ് നമുക്ക് പ്രോപ്പർ ട്രെയിനിങ് കിട്ടാണ്ട്, ഏത് ജോലിയായാലും ബിസിനസ് ആയാലും എന്തൊരു ആസ്പെക്റ്റ് ആയാലും. പക്ഷേ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ മാത്രം അതിന് നമുക്ക് ഒരു ട്രെയിനിങ്ങും കിട്ടാതെ ബ്ലാങ്ക് ആയിട്ടാണ് നമ്മൾ അതിലേക്ക് എൻ്റർ ചെയ്യുന്നത്. ഈ ലോകം തന്നെ സൃഷ്ടിക്കുന്നത് ബേസിക്കലി ലോകത്തിൻ്റെ ഘടന തന്നെ ഉള്ളത് സ്മോൾ യൂണിറ്റുകളാണല്ലോ കുടുംബം എന്ന് പറയുന്നത്. എങ്ങനെയാണോ കുടുംബങ്ങൾ വളരുന്നത് അങ്ങനെയായിരിക്കും ലോകത്തിൻ്റെ ഘടന. അപ്പോൾ ആ ഒരു ലോകത്തെ തന്നെ മാറ്റിമറിക്കുന്ന ഒരു സംവിധാനമാണ് ഒരു കുടുംബം. ആ കുടുംബ ജീവിതത്തിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ അത് എങ്ങനെയായിരിക്കണം, എങ്ങനെ അത് സുന്ദരമാക്കാമെന്നുള്ള ഒരു ട്രെയിനിങ്ങും കിട്ടാതെയാണ് ഇപ്പോഴത്തെ യുവതലമുറ. പണ്ടൊക്കെ ഒരു കൂട്ടുകുടുംബത്തിൽ നിന്നെങ്കിലും നമ്മൾ കണ്ടുപഠിക്കുമായിരുന്നു, ഇപ്പോൾ അതുമില്ലല്ലോ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു ട്രെയിനിങ്ങും ഇല്ലാതെ ഇങ്ങനെ ഒരു സംവിധാനത്തിലേക്ക്, ഒരു വിവാഹ ജീവിതത്തിലേക്കും പാരൻറ്റിങ്ങിലേക്കും കടക്കുമ്പോൾ നമ്മൾ ശരിക്കും സ്റ്റക്കായി പോവുകയാണ്, അന്തം വിട്ട് നിൽക്കുകയാണ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ നമ്മൾ റിസർച്ച് എടുത്ത് നോക്കുകയാണെങ്കിൽ ഏകദേശം 50% കുടുംബങ്ങളും ഒരു അസ്വാരസ്യമുള്ള കുടുംബജീവിതവുമായിട്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. അതൊരു പക്ഷേ ഒരു ഡൈവേഴ്സിലേക്കൊന്നും എത്താറില്ല. കാരണം അതിനെ പിന്നെ മതപരമോ അതല്ലെങ്കിൽ കുടുംബപരമോ അതല്ലെങ്കിൽ സാമൂഹികമോ അതല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ടുള്ള ഒരുപാട് കാരണങ്ങളാൽ ഒരു ഡൈവേഴ്സിലേക്കൊന്നും എത്താതെ അതിങ്ങനെ ഒരു ജീവിതകാലം മുഴുവൻ നമ്മൾ കലഹിച്ച് ജീവിക്കുന്ന ഒരു സാഹചര്യമാണ് പലപ്പോഴും കണ്ടിട്ട് വന്നത്. ഇതങ്ങനെയൊന്നും അല്ല ശരിക്കും കേട്ടോ. കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്, അടിപൊളി. അതായത് ഇപ്പം എന്നെ കേൾക്കുന്ന സുന്ദരമായിട്ടുള്ള കുടുംബജീവിതം നയിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും, നമ്മൾ വീട്ടിലേക്ക് കയറി വരുമ്പോൾ നമുക്ക് സന്തോഷവും സമാധാനവും സ്നേഹവും വാത്സല്യവും കിട്ടുന്ന ഒരു സമാധാനമുള്ള ഒരിടം, അതായിരിക്കണം നമ്മുടെ കുടുംബം, അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. പക്ഷേ പലപ്പോഴും നമ്മൾ ചിലപ്പം ഭർത്താക്കന്മാർ പറയാറുണ്ട്, ഞാൻ സാറേ എല്ലാം ചെയ്തു കൊടുത്തു, അവൾക്ക് വീട്, കാറ്, പിന്നെ ഭക്ഷണം, വസ്ത്രം, പാർപ്പിട എല്ലാ സംവിധാനങ്ങളും ചെയ്തു കൊടുത്തു, എന്താണ് ഞാൻ അവർക്ക് ചെയ്യാത്തത്? എന്നാലും വീട്ടിലേക്ക് കയറി ചിലപ്പോൾ വാതിൽ തുറന്നു അവരുടെ കംപ്ലൈൻറ്റ്, പരാതി, ആ പരാതി, ഈ പരാതിപ്പെട്ടി കൊണ്ട് ഞാൻ മടുത്തു എന്ന് പറയും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഡിമാൻഡ് വേഴ്സസ് സപ്ലൈയിൽ എന്തോ ഒരു ഗ്യാപ്പുണ്ട്. അതായത് നമ്മൾ സപ്ലൈ ചെയ്യുന്ന വേറെ സാധനം, ഡിമാൻഡ് ഉള്ളത് വേറെ സാധനമാണ്. അപ്പോൾ എന്തായിരിക്കണം നമ്മളെ ഭാര്യ ശരിക്കും നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ആ ഒരു ഘടകം? എന്തുകൊണ്ടായിരിക്കണം അവരെ ഒരു പരാതിക്കാരിയാക്കുന്നത്? അവൾ ഇടയ്ക്കിടയ്ക്ക് ഒറ്റയ്ക്കിരുന്ന് കരയുന്നത് എന്തുകൊണ്ടായിരിക്കണം? അവൾ ഉറങ്ങാതെ കിടന്നുകൊണ്ട് ആങ്ഷൈറ്റിയിലേക്കും ഡിപ്രഷനിലേക്കും പോകുന്നത് എന്തുകൊണ്ടായിരിക്കും? ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുത്തിട്ട് ആ ഒരു സ്ക്രൂ അതൊന്നെങ്കിൽ മുറുക്കണം, അതല്ലെങ്കിൽ ടൈറ്റ് ആക്കണം. അത് എവിടെയായിരിക്കണം എന്ന് കണ്ടുപിടിക്കണ്ടേ? പലപ്പോഴും ഭാര്യ പറയും, സാറേ ഞാൻ രാവിലെ എഴുന്നേറ്റ് രാത്രി വരെ ഫുൾ ടൈം ഊണോ ഉറക്കോ എൻ്റെ ആരോഗ്യവും നോക്കാതെ ഞാൻ ഭർത്താവിനും കുട്ടികൾക്കും വേണ്ടി മരിച്ച് പണിയെടുത്തിട്ട് എന്നിട്ട് എൻ്റെ ഭർത്താവിനെ ചതിച്ചു. വേറൊരാളപ്പം ഞാൻ കണ്ടു, അല്ലെങ്കിൽ ഫോണിൽ സംസാരിച്ചു, ഫോൺ പിടിച്ചു. ഇവിടെയും എവിടെയോ ഒരു ഡിമാൻഡ് വേഴ്സസ് സപ്ലൈയിൽ എന്തോ ഒരു ഗ്യാപ്പുണ്ട്. എന്തായിരിക്കും ആ ഘടകം? ഇങ്ങനെയൊക്കെ നമ്മൾ അദ്ദേഹത്തെ സേവിച്ചിട്ടും എവിടെയോ അദ്ദേഹം മറ്റൊരു പെണ്ണിലേക്ക് ആകൃഷ്ടനാകാൻ ഒരു കാരണം ഉണ്ടാവുമല്ലോ. അതെന്തായിരിക്കും? നമ്മളിൽ കാണാത്ത എന്തായിരിക്കും അവിടെ കണ്ടിട്ടുണ്ട്? അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഏത് ആഗ്രഹമായിരിക്കണം, അല്ലെങ്കിൽ ഏത് മനുഷ്യവികാരമായിരിക്കണം നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റാതുണ്ടായിരിക്കും? എവിടെയോ ഒരു ചെറിയൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ടാവാം. അതിൻ്റെ അർത്ഥം പുറത്ത് പോകണമെന്നല്ല പറഞ്ഞു വരുന്നത്, പക്ഷേ നമുക്കത് പ്രിവെൻറ്റ് ചെയ്യാം. തീർച്ചയായിട്ടും നമുക്കൊരു ഓപ്പൺ കമ്മ്യൂണിക്കേഷനിലേക്ക് വരാം. പാരൻസ് പറയാറുണ്ട്, കുട്ടികൾ തീരെ അനുസരണയില്ല, ഫുൾ ടൈം വികൃതിയാണ്, ഫുൾ ടൈം അനുസരണക്കേടാണ്, അതല്ലെങ്കിൽ ഒരു ആക്രമണ സ്വഭാവമാണ്. നല്ല രാജകുമാരന്മാരും രാജകുമാരിമാരുമായി നമ്മുടെ വീട്ടിലേക്ക് പറന്നു വീണ നമ്മുടെ പിഞ്ചു കുഞ്ഞുങ്ങൾ എങ്ങനെയാണ് ഈ വാശിയും വൈരാഗ്യവും പ്രതികാരവുമുള്ള കുഞ്ഞുങ്ങളായി മാറിയത്? എന്തുകൊണ്ടായിരിക്കണം? എവിടെയാണ് നമ്മുടെ വീടിൻ്റെ അകത്തളങ്ങളിൽ എന്താണ് നമ്മൾ മാറ്റം വരുത്തേണ്ടത്? നമ്മുടെ കുഞ്ഞുങ്ങൾ നല്ല കുടുംബത്തിനും നമുക്കും സമൂഹത്തിനും ഉപകാരമുള്ള നല്ല കുഞ്ഞുങ്ങളായി വളരാൻ. ചെറിയ ചോദ്യങ്ങളാണ്. നമ്മുടെ ഭാര്യ നമ്മളൊരു സ്കോർ ഇട്ട് നോക്കുകയാണെങ്കിൽ ഒരു 10ൽ എത്ര സ്കോർ നമുക്ക് തരും? നമ്മുടെ ഭർത്താവ് നമ്മളൊരു സ്കോർ ഇട്ട് നോക്കുകയാണെങ്കിൽ 10ൽ എത്ര സാറ്റിസ്ഫാക്ടറി സ്കോർ നമുക്ക് തരും? ഒരു ഓപ്പൺ ചർച്ചയാണ്. അപ്പോൾ ഇതൊക്കെ വെച്ചുകൊണ്ട് ഇപ്പോൾ എല്ലാവരെയും പേഴ്സണലി കൗൺസിൽ ചെയ്യുക, എല്ലാ ഫാമിലികളെയും കൗൺസിൽ ചെയ്യുക, ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ. നമുക്ക് ഒരിക്കലും പ്രായോഗികമേ അല്ല. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഷാഫി ഇൻസ്പയർ ഒരു ആർട്ട് ഓഫ് ഹാപ്പി ഫാമിലി ലൈഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാം വെച്ചിട്ടുള്ളത്. അതിലും ഒരു ലിമിറ്റഡ് നമ്പർ ഉണ്ട്. ആ ഒരു സൂം പ്ലാറ്റ്ഫോമിലൂടെ ആയിരിക്കും ലോകത്തെ ഏത് ഭാഗത്തു നിന്നുള്ള ആർക്കും പങ്കെടുക്കാവുന്ന ഒരു 3-3.5 മണിക്കൂർ നമുക്ക് കുറേ കഥകൾ പറഞ്ഞും അനുഭവങ്ങൾ പങ്കുവച്ചും തമാശകൾ പറഞ്ഞും നമ്മുടെ ജീവിതത്തെ വിലയിരുത്തിയും എന്തായാലും ഇതുവരെയുള്ള ജീവിതത്തിൽ നിന്നും ഒരു കാതലായിട്ടുള്ള മാറ്റം
നമ്മുടെ കുടുംബജീവിതത്തിൽ വരട്ടെ. സുന്ദരമായിട്ടുള്ളൊരു വീട് നമുക്ക് കെട്ടിപ്പടുക്കാം, നല്ല കുട്ടികളെ നമുക്ക് വാർത്തെടുക്കാം. അതിൻ്റെ ആർട്ട്, അതിൻ്റെ സയൻസ്, അതിൻ്റെ സൈക്കോളജി, അതിൻ്റെ ആ ഒരു ചെറിയ സ്ക്രൂ ഉണ്ടല്ലോ, ഒന്ന് ഇങ്ങോട്ടോ അങ്ങോട്ടോ, ചിലപ്പോൾ ലൂസ് ആക്കേണ്ടി വരും, ചിലപ്പോൾ ടൈറ്റ് ആക്കേണ്ടി വരും, ചിലപ്പോൾ ഇങ്ങോട്ട് കൊട്ടു വേണ്ടി വരും, ചിലപ്പോൾ ഇങ്ങോട്ട് കൊട്ടു വേണ്ടി വരും. സംഗതി സിമ്പിളാണ്, പക്ഷേ അത് കണ്ടുപിടിച്ച് ചെയ്യണം. അതല്ലെങ്കിൽ കാലാകാലങ്ങളും കലഹിച്ച് ജീവിക്കുക എന്നുള്ളത് ഒരു ഐഡിയയേ അല്ല. കുടുംബജീവിതം വളരെ സുന്ദരമാണ്, വളരെ ബ്യൂട്ടിഫുള്ളാണ്. ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ അതിലും സമാധാനമുള്ള വേറെ സംഭവം ലോകത്തില്ല. ലെറ്റ് us എൻജോയ് ദാറ്റ് ആർട്ട് ഓഫ് ഹാപ്പി ഫാമിലി ലൈഫ്. അത്രയും ഹരമുള്ള, അത്രയും മസ്ത് പിടിപ്പിക്കുന്ന, അത്രയും നല്ല ഒരു അഡിക്ഷൻ വേറെ ഇല്ല എന്നുള്ളതാണ്. അത് ആഘോഷിച്ച് തുടങ്ങിയാൽ ലെറ്റ് us get addicted to happy family life. See you there.